ഹായ് ഓൾ, നമുക്കിന്ന് INMOയ്ക്ക് 2024 ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ കാണാം. ക്വസ്റ്റ്യൻ ഇതാണ്, നമുക്ക് വായിച്ചു നോക്കാം. ഇനി ട്രയാങ്കിൾ ABC വിത്ത് CA ഈക്വൽ ടു CV, ഒരു ഐസോസിലസ് ട്രയാങ്കിൾ ABC ആണ്. പോയിന്റ് ഈ ലൈസ് ഓൺ സർക്കം സർക്കിൾ ഓഫ് ABC. ABCയുടെ സർക്കം സർക്കിളിലാണ് ഈ കിടക്കുന്നത്. ECB ഈക്വൽ ടു 90 ഡിഗ്രി. അപ്പോൾ ആ ആംഗിൾ 90 ഡിഗ്രിയാണ്. The line through E parallel to CB intersects CA at F and AB at C. അപ്പോൾ ആ സർക്കിളിലുള്ള E എന്ന പോയിന്റിൽ നിന്ന് CB എന്ന സൈഡിന് പാരലായിട്ടുള്ള ലൈൻ മറ്റ് രണ്ട് സൈഡ്സിനെ കട്ട് ചെയ്യുന്ന പോയിന്റ്സ് ആണ് എഫും ജിയും. പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്, പ്രൂവ് ദാറ്റ് സെൻറ്റർ ഓഫ് ദ സർക്കം സർക്കിൾ ഓഫ് ട്രയാങ്കിൾ EGBയുടെ സർക്കം സർക്കിളിൻ്റെ സെൻറ്റർ ലൈസ് ഓൺ സർക്കം സർക്കിൾ ഓഫ് ECF. അപ്പോൾ ആ സെൻറ്റർ എന്നത് ECF എന്ന സർക്കിളിൻ്റെ എവിടെയാണ്? സർക്കം സർക്കിളിലാണ് കിടക്കുന്നത്. ECF എന്ന ട്രയാങ്കിളിൻ്റെ സർക്കം സർക്കിളിലാണ് ലൈ ചെയ്യുന്നത് എന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഫിഗർ ഇതുപോലെയാണ് ലഭിക്കുക. അപ്പോൾ ABC എന്നൊരു ട്രയാങ്കിൾ ഉണ്ട്. അപ്പോൾ തന്നിരിക്കുന്ന ഫസ്റ്റ് ഇൻഫർമേഷൻ അത് CA ഈക്വൽ ടു CB എന്നാണ്. CA ഈക്വൽ ടു CB എന്നാണ് ഫസ്റ്റത്തെ ഇൻഫർമേഷൻ. എന്ന് വെച്ചാൽ എന്താ? ഇതൊരു ഐസോസിലസ് ട്രയാങ്കിൾ ആണ്. ട്രയാങ്കിൾ ABC എന്നത് ഐസോസിലസ് ട്രയാങ്കിൾ ആണ്. ABC എന്നത് ഐസോസിലസ് ആണ്, രണ്ട് സൈഡ്സ് ഈക്വൽ ആയതിനാൽ. അപ്പോൾ പിന്നെ പറയുന്നത് ഈ എവിടെ കിടക്കുന്നേ? ഈ ഓൺ സർക്കം സർക്കിൾ ഓഫ് ട്രയാങ്കിൾ ABC. അപ്പോൾ ഈ കിടക്കുന്ന സർക്കം സർക്കിളിലാണ് അല്ലേ? നോക്കിയേ, ഇവിടെ എയും ബിയും സിയും ഇയും ഒരു സർക്കിളിൽ കിടക്കുകയാണ്. അപ്പോൾ ഈ കിടക്കുന്നത് ABCയുടെ സർക്കം സർക്കിളിലാണ്. അടുത്ത ഇൻഫർമേഷൻ എന്താണ്? ആംഗിൾ ECB ഈക്വൽ ടു 90 ഡിഗ്രി എന്നാണ്. അപ്പോൾ ഇത് 90 ഡിഗ്രിയാണ് മക്കളെ. ECB എന്ന് വെച്ചാൽ 90 ഡിഗ്രിയാണ് എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ എന്താ? ഇയും ബിയും ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് പോയിന്റ്സ് ആണ്. അപ്പോൾ ആംഗിൾ ECB ഈക്വൽ ടു 90 ഡിഗ്രി. നമുക്കറിയാലോ, സെമി സർക്കിൾ ആംഗിളാണ് 90 ഡിഗ്രി. അതുകൊണ്ട് ഇയും ബിയും ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് പോയിന്റ്സ് ആയിരിക്കണം. ഇനി CBക്ക് പാരലായിട്ടുള്ള ലൈനാണ് എന്താണ്? അത് BCക്ക് പാരലാണ്. ലൈൻ ത്രൂ EGF. അപ്പോൾ ആ ലൈൻ BCക്ക് പാരലായിട്ട് ലൈൻ
എ സി എ മീറ്റ് ചെയ്യുന്ന പോയിന്റാണ് എഫ്, എ ബി എ മീറ്റ് ചെയ്യുന്ന പോയിന്റാണ് ജി. അപ്പോൾ ലൈൻ ത്രൂ തന്നിരിക്കുന്ന ഇൻഫർമേഷൻ നമ്മൾ ഓരോന്നായിട്ട് എഴുതാണ്. ലൈൻ ത്രൂ EGF parallel to BC. ഇതാണ് അടുത്ത ഇൻഫർമേഷൻ തന്നിരിക്കുന്നത്. ഇത് നമ്മൾ എന്താ പ്രൂവ് ചെയ്യേണ്ടത്? ഇതൊക്കെയാണ് തന്നിരിക്കുന്നത് ഗിവൺ. നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത് സർക്കംസെൻറ്റർ ഓഫ് ട്രയാങ്കിൾ EGB. അപ്പോൾ അത് O ആണ്. EGBയുടെ ഈ ട്രയാങ്കിളിൻ്റെ EGB ഇതിൻ്റെ സെൻറ്റർ അതാണ് O. അതാണ് O. EGB ലൈസ് ഓൺ സർക്കിൾ ഓഫ് ട്രയാങ്കിൾ ECF. അപ്പോൾ ECFൻ്റെ സർക്കിൾ ഇതല്ലേ മക്കളെ? ഈ സർക്കിളാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ O ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സർക്കിള് BCനെ ഇന്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ്, അല്ലെങ്കിൽ ഈ ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് പോയിന്റ്സ് O. അതാണ് EGBയുടെ സർക്കംസെൻറ്റർ എന്നാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. അല്ലെങ്കിൽ എന്താണ്? EGBയുടെ സർക്കിൾ കിടക്കുന്നത് ഈ സർക്കിളിലാണ്. അപ്പോൾ ഈ സർക്കിളിലാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന് അറിയാമോ? നമുക്ക് സെയിം ആർക്കുള്ള ആംഗിൾസ് സെയിം ആണെന്ന് അറിയാം. അപ്പോൾ നമ്മൾ FCEയും FOEയും സെയിം ആണ് എന്നാണ് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. ഈ രണ്ട് ആംഗിൾസ് സെയിം ആണെങ്കിൽ FCE എന്നുള്ള ആംഗിളും FOE എന്നുള്ള ആംഗിളും സെയിം ആണെങ്കിൽ, രണ്ടും തീറ്റ വെച്ചാണെങ്കിൽ, ഈ നാലെണ്ണം ഒരു സർക്കിളിൽ കിടക്കാണെന്ന് പറയാം. സെയിം ആർക്കിലെ ആംഗിളാണ് സെയിമായി വരിക. അപ്പോൾ ഈ രണ്ട് ആംഗിൾ സെയിം ആണ് എന്നാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. നമ്മൾ എന്ത് ചെയ്യാൻ പോകും? വിൽ പ്രൂവ് ആംഗിൾ FC is equal to FOE. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ എന്താണ്? സെയിം ആർക്കിൽ ആംഗിൾ സെയിം ആകുമ്പോൾ നമുക്ക് ഇതെണ്ണം ഏതൊക്കെയാ? എഫും ഇയും സിയും ഒയും ഒരു സർക്കിളിലാണ് കിടക്കുന്നത്. അപ്പോൾ സർക്കിളായിട്ടുള്ള O FCE പാസ് ചെയ്യുന്ന സർക്കിളിലാണ് കിടക്കുന്നത് എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ കഴിയും. ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇനി നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഏതാണ്? നമ്മൾ ഒരു രണ്ട് ട്രയാങ്കിൾസ് എടുക്കുകയാണ്. നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത് സ്റ്റെപ്പ് 1. ഇവിടെ
അപ്പോൾ ഇവിടെ നോക്കട്ടെ, ABC FG എന്ന്. അപ്പോഴ് FG വരച്ചിരിക്കുന്നത് എന്തിന് പാരലായിട്ടാണ്? CBക്ക് പാരലായിട്ടാണ് നമ്മൾ വരച്ചിരിക്കുന്നത്. രണ്ടും പാരലായതുകൊണ്ട് ആ ട്രയാങ്കിൾസ് സിമിലർ ആണ്. ട്രയാങ്കിൾ AFG സിമിലർ ടു ട്രയാങ്കിൾ ACB എന്ന് പറഞ്ഞു. പിന്നെ സിമിലർ ആണ്, സൈഡ്സ് പ്രൊപ്പോർഷനിലാവണം. ഐസോസിലസ് ആയതിനാൽ CA ഈക്വൽ ടു CB ആയതിനാൽ നമുക്ക് എന്ത് എഴുതാം? നമുക്ക് AF ഈക്വൽ ടു FG എന്ന് എഴുതാം. സിമിലർ അല്ലേ? അപ്പോൾ വലിയ ട്രയാങ്കിളിൽ ഈക്വൽ ആയിട്ടുള്ള സൈഡ്സിന് കറസ്പോണ്ടിങ് ആയിട്ട് ചെറിയ ട്രയാങ്കിൾ ഉള്ളതും ഈക്വൽ ആവണം. അപ്പോൾ ഇതെന്തായി? അതും ഒരു എന്തായി? ഐസോസിലസ് ട്രയാങ്കിളായി. അപ്പോൾ ട്രയാങ്കിൾ AFG ഈസ് ഐസോസിലസ്. അപ്പോൾ ഐസോസിലസ് ട്രയാങ്കിൾ ആവണമെങ്കിൽ ഇതെവിടെ കിടക്കണം? പെർപെൻഡിക്കുലർ ബൈസെക്ടറി കിടക്കണം. Isosceles. So F lies on perpendicular bisector of AG. Perpendicular bisector of AG. അപ്പോൾ AGയുടെ പെർപെൻഡിക്കുലർ ബൈസെക്ടറിലാണ് F കിടക്കുന്നത്. ഓക്കെ, അത് ഐസോസിലസ് ആയതിനാൽ. ഇനി അടുത്തത് സ്റ്റെപ്പ് 2. ഇനി നമുക്ക് എന്തെടുക്കാം? വീണ്ടും നമ്മൾ ആ ട്രയാങ്കിൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ, സർക്കിൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ABC ഉണ്ട്. അപ്പോൾ ഈ ആംഗിൾ 90 ഡിഗ്രി ആയതുകൊണ്ട് ഈ ആംഗിൾ 90 ഡിഗ്രി ആവണം. കാരണം എന്താ? സൈക്ലിക് കോർഡിലാറ്ററലിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് സപ്ലിമെൻ്ററി ആണ്. രണ്ടും കൂടി ആഡ് ചെയ്താൽ നമുക്ക് 180 ഡിഗ്രി കിട്ടാം. സ്റ്റെപ്പ് 2 വന്നു. അപ്പോൾ ട്രയാങ്കിൾ GAE ഈസ് റൈറ്റ് ആംഗിൾ. G എവിടെയാണ്? G എവിടെയാണ്? G എന്നൊരു പോയിന്റ് ഉണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടി? സൈക്ലിക് കോർഡിലാറ്ററൽ ആയതുകൊണ്ട് ആംഗിൾ 90 ഡിഗ്രിയാണ്. ട്രയാങ്കിൾ GAE is right angle at A. അപ്പോൾ
G is the hypotenuse. അപ്പൊ ഇങ്ങനെ കിട്ടി. പിന്നെ അടുത്തെന്താ? ഇനി ഇത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ് ജി എ. അപ്പൊ ഇറ്റ്സ് സർക്കംസെന്റർ സൈഡ്സിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടറിലാണ് കിടക്കുക. സർക്കംസെന്റർ ലൈസ് ഓൺ perpendicular bisector of AG. അപ്പോൾ AGയുടെ പെർപെൻഡിക്കുലർ ബൈസെക്ടറിലാണ് ഇതിന്റെ സർക്കംസെന്റർ കിടക്കുക. അപ്പോൾ നോക്കിയ മക്കളെ, AGയുടെ സർക്കംസെന്റർ GA മീറ്റ് ചെയ്യുന്ന പോയിന്റാണ് എഫ്. അല്ലെ, നമ്മൾ നേരത്തെ കണ്ടല്ലോ, ഐസോസെലസ് ട്രയാങ്കിൾ ആണെന്ന് പറഞ്ഞപ്പോൾ കണ്ടു. സോ അപ്പോൾ ഇത് പെർപെൻഡിക്കുലർ ബൈസെക്ടർ മീറ്റ് ചെയ്യുന്ന പോയിന്റ് എഫ് ആയതിനാൽ സോ എഫ് ഈസ് ദ സർക്കംസെന്റർ ഓഫ് ട്രയാങ്കിൾ GAE. ട്രയാങ്കിൾ GAയുടെ സർക്കംസെന്റർ ആണ് എന്ത്? എഫ്. പെർപെൻഡിക്കുലർ ബൈസെക്ടർ മീറ്റ് ചെയ്യുന്ന പോയിന്റാണ്. പിന്നെ നമുക്കൊരു കാര്യം അറിയാം. എന്തത്? ഒരു സർക്കിൾ ഉണ്ട്. അപ്പോൾ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ സർക്കംസെന്റർ എന്നത് ഹൈപ്പോട്ന്യൂസിന് മിഡ് പോയിന്റ് ആണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ മിഡ് പോയിന്റ് ഓഫ് എക്സ് വൈ. അപ്പോൾ എഫ് സർക്കംസെന്റർ ആയതിനാൽ എഫ് ഈസ് ദ midpoint of EG. അപ്പോൾ ജിയുടെ മിഡ് പോയിന്റ് ആണ് എഫ് എന്ന് മനസ്സിലായി. ഒന്നത് 90 ഡിഗ്രി ആണ്, റൈറ്റ് ആംഗിളിലാണ്. അപ്പോൾ ഏജിയുടെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഹൈപ്പോട്ന്യൂസിനെ മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ സർക്കംസെന്റർ. അപ്പോൾ എഫ് സർക്കംസെന്റർ ആണ്. അപ്പോൾ EG ഡയമീറ്റർ ആയതിനാൽ എഫ് എന്നത് മിഡ് പോയിന്റ് ആണ്. ഇനി എന്താണ്? അപ്പൊ ഇത്രയൊക്കെയായി. ഇനി നമ്മൾ ഇത് മറ്റേ നേരത്തെ എഫ് ഒ എഫ് സിയിലേക്കാണ് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനി എന്താണ് നോക്കാം. നമുക്ക് ഫിഗർ ഒന്നുകൂടി ഒന്ന് എടുത്ത് വെക്കാം. ഇനി എന്താണ്? ഓക്കെ, ഇത്രയൊക്കെയായി. അപ്പോ നോക്കിയ മക്കളെ, അപ്പോ ഓ എന്നത് എന്തിൻ്റെ? ഓ എന്നത്
ഇ ജി ബിയുടെ സർക്കം സെൻറ്റർ ആണ്. ഇ ജി ബിയുടെ സർക്കം സെൻറ്റർ ആണോ? ഇ ജി ബിയുടെ സർക്കം സെൻറ്റർ ആണോ? അപ്പൊ നമുക്കൊരു കാര്യം മനസ്സിലായി. എന്താ? ഇ ജിയുടെ മിഡ് പോയിന്റ് അല്ലേ എഫ് മിഡ് പോയിന്റ് ആണെന്ന് കിട്ടി. അപ്പൊ മിഡ് പോയിന്റും സെന്ററും കൂടി ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അത് എന്തായിരിക്കും? ആ കോട്ടിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. അപ്പൊ ഇത് ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് 90 ഡിഗ്രി കിട്ടണം. 90 ഡിഗ്രി. OF perpendicular to GE. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ OF is the perpendicular bisector of chord GE. മിഡ് പോയിന്റ് ആയതുകൊണ്ട് സെൻറ്ററിലേക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ സർക്കം സെൻറ്റർ ആണെന്ന് അങ്ങോട്ട് അസ്യൂം ചെയ്തു. ഇത് സർക്കം സെൻറ്റർ ഓഫ് ട്രയാങ്കിൾ EGB. അപ്പോൾ ജിയുടെ ബൈസെക്ടർ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഓഫ് ജി ആണ് OF. ഇനി എന്താണ് GOE? അപ്പോൾ GOE എടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളിപ്പോ ഇവിടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? ഇതിങ്ങനെ ജോയിൻ ചെയ്തു. നമുക്ക് ഒരു കാര്യം അറിയാം, OE ഈക്വൽ ടു OG ആണെന്ന് അറിയാം. അപ്പൊ അതുകൊണ്ട് ഐസോസിലസ് ട്രയാങ്കിൾ ആണ്. അപ്പോൾ ആംഗിൾ ബൈസെക്ടർ ആണ് OF. അപ്പോൾ ഈ ആംഗിൾ തീറ്റ ആണെങ്കിൽ ഈ ആംഗിളും തീറ്റ തന്നെയാണ്. പിന്നെയോ അപ്പോൾ GB എന്നത് നമുക്ക് എത്ര കിട്ടി? GB എന്നത് നമുക്ക് എത്ര കിട്ടിയടാ? സർക്കിളിന്റെ സെന്റർ ഉണ്ടാക്കുന്ന ആംഗിളിന്റെ ഹാഫ് ആയിരിക്കും ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിൾ. അപ്പൊ അതിൽ നിന്ന് നമുക്ക് GBയുടെ ആംഗിള് ടു തീറ്റയുടെ പാതി തീറ്റയാണ് എന്ന് കിട്ടി. GBയുടെ വാല്യൂ കിട്ടി, തീറ്റയാണ്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടി? ആംഗിൾ FOEയും തീറ്റയാണ്. അത് തന്നെയാണ് ആംഗിൾ GB. രണ്ടും എന്താണ്? തീറ്റ തന്നെയാണ്.
ഇനി നമ്മളിനി കണ്ടിന്യൂ ചെയ്ത് എഫ് സിയിലേക്ക് എത്തിക്കാൻ പോവാണ്. ഇനി അടുത്ത എന്താണ്? ഈ ട്രയാങ്കിൾ എടുക്കുമ്പോൾ കണ്ടോ മക്കളെ, ജി ബി കണ്ടോ, ജി ബി എന്ന് പറഞ്ഞാൽ എ ബി എന്ന് പറഞ്ഞാൽ ഒന്ന് തന്നെയല്ലേടാ, കണ്ടോ സെയിം ആംഗിളാ. ജി എ ബി കിടക്കുകയാണ്. അപ്പോൾ ജി ബിലോങ്സ് ടു എ ബി ആയതുകൊണ്ട് ആംഗിൾ ജി ബിക്ക് നമ്മൾ എ ബി എന്ന് കൊടുത്തു. എ ബി തന്നെ. ഇനിയോ അപ്പൊ നമുക്ക് എന്താണ് കിട്ടിയത്? ഫസ്റ്റ് അപ്പൊ എഫ് സി തീറ്റ ആണെങ്കിൽ എഫ് ഒ ഇ അപ്പൊ ഈ ആംഗിൾ തീറ്റ ആണെങ്കിൽ നമ്മൾക്ക് ഇപ്പോ കിട്ടിയത് എന്താണ്? അത് ജി ബിക്ക് ഈക്വൽ ആണ്. അപ്പോൾ സെയിം ആർക്കിൽ ആംഗിൾ ആയതുകൊണ്ട് അത് ഇതിനും ഈക്വൽ ആണ് എന്നാണ് നമ്മൾ കാണാൻ പോകുന്നത്. കണ്ടോ? യെസ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇത് മനസ്സിലായോ? ഓക്കെ. അപ്പോൾ ഇത് നമുക്ക് ഒന്ന് ഡീറ്റെയിലായിട്ട് എഴുതാം എന്താണ് ഈ സംഭവിച്ചത്. ജി എ ബിയിൽ കിടക്കുന്നതായതുകൊണ്ട് ജി ബിക്ക് എ ബി എന്ന് ഇട്ട് കൊടുത്തു. എ ബി കോൺസൈക്ലിക് ആണ്. എ ബി സി കോൺസൈക്ലിക് ആണ്. അപ്പോൾ ഒരു സൈക്കിളിൽ കിടക്കുന്നത് കൊണ്ട് എന്താണ് സെയിം ആർക്കുള്ള ആംഗിൾസ് സെയിം ആയി വരണം. നോക്കിയാൽ ഇവിടുത്തെ സി എ പി ഇ ആണെങ്കിൽ നമ്മൾ എഴുതിയത് കോൺസൈക്ലിക് ആയതുകൊണ്ട് നമ്മൾ എ ബി ആണല്ലോ കണ്ടുപിടിച്ചത്. ഇവിടെ ആംഗിൾ എ ബി, ആംഗിൾ എ ബി ഈക്വൽ ടു ആംഗിൾ എ സി എന്ന് കിട്ടും. സെയിം ആർക്കിൽ ആംഗിൾ. ഈ രണ്ടും ഒരേ ആംഗിളാണ്. തീറ്റ ആണെങ്കിൽ ഇതും തീറ്റയാണ്. സെയിം മാർക്കിൽ കിടക്കാണ്. എ ബി സി എ സി എന്ന് കിട്ടും. ഇനി ആ എ സി തന്നെയാണ്, നോക്കിയേ, എ സി തന്നെയാണ് എഫ് സി അല്ലെ, രണ്ടും ഒരേ ആംഗിളാണ്. ആംഗിൾ എ സി ഈക്വൽ ടു ആംഗിൾ എഫ് സി എന്ന്. ഇതാരും നമ്മൾ പ്രൂവ് ചെയ്തടാ. അപ്പൊ നമുക്ക് ആദ്യം ഫസ്റ്റ് നമ്മൾ എന്താണ് എഴുതിയത്? ആംഗിൾ എഫ് ഒ ഇ ഈക്വൽ ടു ആംഗിൾ ജി ബി എന്നാണ് എഴുതിയത്. പിന്നീട് ജി ബി എന്നത് എ ബിക്ക് ഈക്വൽ ആണെന്ന് കണ്ടു. പിന്നീട് എ ബി എന്നത് ആംഗിൾ എ സിക്ക് ഈക്വൽ ആണെന്ന് കണ്ടു. പിന്നീട് ആംഗിൾ എന്നത് ആംഗിൾ എഫ് സിക്ക് ഈക്വൽ ആണെന്ന് കണ്ടു. അത് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളതായി.
എന്തായി? ആംഗിൾ ആദ്യത്തെ അവസാനത്തെ എടുത്തു കഴിഞ്ഞാൽ FOE ഈക്വൽ ടു ആംഗിൾ FCE. അപ്പോൾ നമ്മൾ ഇതെടുത്തു കഴിഞ്ഞാൽ, ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ലഭിച്ചു? ഈ രണ്ട് ആംഗിളുകൾ ഒന്നാണെന്ന് കിട്ടി. ഈ രണ്ട് ആംഗിളുകൾ സെയിം ആണ്. അപ്പോൾ സെയിം ആംഗിളുകൾ ആയതിനാൽ ഒരു ആർക്കിലെ ആംഗിളാണല്ലോ സെയിം ആയി വരിക. ECFO are concyclic. സോ എന്താണ്? O lies on lies in the circumcenter of triangle ECF. അപ്പോൾ ഇതാണ് പ്രൂവ് ചെയ്യാൻ പറഞ്ഞത്. താങ്ക് യു.